നമസ്കാരം. കേരളത്തിൽ ലവ് ജിഹാദോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൊടുത്തത്. കേരളത്തിൽ അങ്ങനെ നടക്കുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രണയ വിവാഹങ്ങളെ അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് പെൺകുട്ടികളെ മതം മാറ്റുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും മുസ്ലിം സമൂഹത്തിലേക്ക് ചേർക്കുന്ന ഈ പരിപാടിക്ക് ഇനിയിപ്പോൾ ലവ് ജിഹാദോ നല്ല വേറെ വല്ല പേരുമുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രത്യേകമായ സമ്മാനങ്ങൾ അവരുടെ മതം അവർക്ക് കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിലെ പ്രത്യേക സ്ഥാനവും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ മറ്റു മതസ്ഥരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുത്, കൊല്ലണം എന്ന് പറയുന്ന ആപ്തവാക്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ അവരുടെ ചിന്തകളിൽ ഉണ്ടാകും, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത്തരത്തിലുള്ള ഈ ഒരു വിപത്ത്, ലവ് ജിഹാദ് എന്ന് പറയുന്ന വിപത്തിൽ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഒക്കെ പെട്ടുപോകുന്നത് സ്ഥിരമായ കാഴ്ചയാണ്. മുൻ പൂഞ്ഞാർ MLA PC ജോർജ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഏതാണ്ട് 46ഓളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ തന്നെ ലവ് ജിഹാദിന് ഇരയായതായി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അന്ന് MLA ആണ്, അദ്ദേഹം ഉത്തരവാദിത്തമില്ലാതെ ഏതായാലും പറയേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് കേരളത്തിലെ കാര്യമല്ല, കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ നെറികെട്ട നാണം കെട്ട പ്രീണനമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കാലുകഴുകി വെള്ളം കുടിക്കുന്ന ഏറ്റവും വലിയ മതപ്രീണനത്തിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ നടക്കുന്നത്. നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ സർക്കാരാണ് അവിടെ നടക്കുന്നത്, അവിടെ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലവ് ജിഹാദ് പോലുള്ള ആശയങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികലമായ ആശയങ്ങൾക്ക് നിയമം മൂലം കൃത്യമായ നിയന്ത്രണം എന്ന് പറയാൻ പറ്റില്ല, തടയിട്ടുകൊണ്ട്, അതായത് ക്രിമിനൽ നടപടി ചട്ടത്തെ സംസ്ഥാനത്തിന്റെ ക്രിമിനൽ നടപടി ചട്ടത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് ലവ് ജിഹാദ് എന്ന ഒരു പരാതിയൊന്നും വേണമെന്നില്ല, കൃത്യമായ തോന്നലുണ്ടായാൽ, അതായത് ഈ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളിലേക്ക് ആളുകളെ, ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ അവിടെയുള്ള പാഴ്സി മറാഠി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ മതം മാറ്റി എന്നറിഞ്ഞാൽ ശക്തമായ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ പോലീസിനെയും അതുപോലെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള നടപടി എടുക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് നിയമം കൊണ്ടുവരുന്നു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് വേണ്ടത്. എല്ലാം നിയമം മൂലം തടയണം, എല്ലാം നിയമ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരണം. കാരണം ഇതൊരു ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ നിയമമുണ്ട്, അവർക്ക് പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഇത്തരം വിഷയങ്ങളിൽ, ഇത്തരം സാമൂഹ്യ വിപത്തുകളിൽ ഈ പ്രീണനം പൊക്കി പിടിച്ചുകൊണ്ട് അത് അങ്ങനെയൊന്നുമില്ല എന്ന് വരുത്തി തീർക്കുമ്പോൾ മഹാരാഷ്ട്ര വളരെ ശക്തമായ ഒരു നടപടിയാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് അധികാരത്തിൽ വന്ന് ആദ്യം കൊണ്ടുവന്ന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിൽ ലവ് ജിഹാദ് തടയൽ, അല്ലെങ്കിൽ അത് നിയന്ത്രണ നിയമം എന്ന് പറയുന്നത്. അത് വെറുതെ പറയുക മാത്രമല്ല, അതവിടെ നടപ്പിലാക്കാനും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ പെൺകുട്ടികളെയൊക്കെ തന്നെ വശത്താക്കിക്കൊണ്ട് മതം മാറ്റുന്ന രീതി. അവർക്കൊക്കെ പ്രത്യേകമായ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഭൗതികമായും കിട്ടും. അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ അത്തരത്തിലുള്ള ചില സ്വർഗത്തിൽ ചെന്നാലുള്ള ചില ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുമെന്ന് പറയപ്പെടുന്നു. ഇതൊരു സാമൂഹ്യ വിപത്താണ്. മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന, നിർബന്ധ മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഇടപാടുകളിലൂടെ, പ്രണയത്തിലൂടെ, പ്രണയ കുരുക്കിൽ പെടുത്തി ലവ് ജിഹാദ് എന്ന് പറയുന്ന ആശയം പ്രാവർത്തികമാക്കുന്നവരെ ആജീവനാന്തം അകത്തിടാനുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കാനുള്ള എല്ലാവിധ നിയമവും മഹാരാഷ്ട്ര സർക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. സമാജ്വാദി പാർട്ടിയുടെയും മറ്റും MLA-മാരൊക്കെ എതിർക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ പ്രീണനം വേണം, കോൺഗ്രസിനും വേണം പ്രീണനം. അവരുടെ പ്രധാനപ്പെട്ട ആശയം തന്നെ ഇത്തരം ന്യൂനപക്ഷ പ്രീണനമാണ്, മുസ്ലിം മത പ്രീണനമാണ്. അവർ ജയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചങ്കൂറ്റത്തോടെ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാളാണ് മഹാരാഷ്ട്ര സർക്കാർ ഭരിക്കുന്നത് എന്നുള്ള കാര്യം, പഴയ ഒരു സ്വയം സേവകനാണ്, അതിശക്തനായ ഒരു വ്യക്തിയാണ്, ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഇത്തരം ഭീകരവാദികളും തീവ്രവാദികളും ഇത്തരം മതപരിവർത്തകന്മാരും ഒക്കെ ഓർത്താൽ നന്നായിരിക്കും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.